ഹോങ്കോങ്ങിലെ 3 അടി 6 ഇഞ്ച് 1067 മില്ലിമീറ്റർ ഇടുങ്ങിയ ഗേജ് ട്രാം സംവിധാനമാണ് ഹോങ്കോങ് ട്രാംവേസ് പി. ദേവിന്റെ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിപ്പിക്കുന്നതുമായ ട്രാംവേ ഹോങ്കോങ് ദ്വീപിൽ കെന്നഡി ടൗണിനും ഷോ കെ വാനിനും ഇടയിൽ പ്രവർത്തിക്കുന്നു. ഹാപ്പി വാലിയിലൂടെ ഒരു ശാഖ സഞ്ചരിക്കുന്നു. 1904 ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ തുറന്ന ഹോങ്കോങ്ങിലെ ട്രാം സംവിധാനം മെട്രോപോളിസിലെ പൊതുഗതാഗതത്തിന്റെ ആദ്യകാല രൂപങ്ങളിലൊന്നാണ്. ഉദ്ഘാടനം മുതൽ ഇത് ഇലക്ട്രിക് ട്രാമുകൾ ഉപയോഗിക്കുന്നു, ഒരിക്കലും കുതിരയോ നീരാവി ശക്തിയോ ഉപയോഗിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനക്ഷമമായ ഡബിൾ ഡെക്കർ ട്രാം കപ്പലുകളുടെ ഉടമസ്ഥതയിലുള്ള ഇത് അവ പ്രത്യേകമായി ഉപയോഗിക്കുന്ന ട്രാം സംവിധാനത്തിന്റെ വളരെ അപൂർവമായ ഉദാഹരണമാണ്. യാത്രക്കാർ ഉപയോഗിക്കുന്നതിനു പുറമെ ഈ സംവിധാനം വിനോദസഞ്ചാരികൾക്കിടയിൽ ജനപ്രിയമാണ്, കൂടാതെ നഗരത്തിലെ ഏറ്റവും പരിസ്ഥിതി സൗഹൃദ യാത്രാമാർഗങ്ങളിലൊന്നാണിത്. ടൂറിസ്റ്റ് സേവനം പുരാതന ശൈലിയിലുള്ള ട്രാംകാർ നമ്പറിൽ കാഴ്ചകൾ കാണാനുള്ള ടൂറുകൾ ലഭ്യമാണ്. 68 ഒരു തുറന്ന ബാൽക്കണിയും ബോർഡിൽ ഒരു ചരിത്ര പ്രദർശനവുമുണ്ട്. വെസ്റ്റേൺ മാർക്കറ്റ്, കോസ്വേ ബേ എന്നീ സൈറ്റ് സീയിംഗ് ടൂർ ടെർമിനലുകളിലാണ് ട്രാം ബോർഡിംഗും ലാൻഡിംഗും നടക്കുന്നത്. സ്റ്റാൻഡേർഡ് ട്രാം കാറുകളും പുരാതന ശൈലിയിലുള്ള ഓപ്പൺ ബാൽക്കോണി ട്രാം കാറുകളും നമ്പർ 18, നമ്പർ 28, നമ്പർ 68, നമ്പർ 128 എണ്ണം സ്വകാര്യ ചാർട്ടറിന് ലഭ്യമാണ്. പ്രീമിയം ചാർട്ടർ ട്രാം കാർ നമ്പർ ഒഴികെ ചാർട്ടർ ട്രാം ബോർഡിംഗും ലാൻഡിംഗും വിറ്റി സ്ട്രീറ്റ് ഡിപ്പോയിൽ നടക്കുന്നു. 18 അതിന്റെ ബോർഡിംഗും ലാൻഡിംഗും വെസ്റ്റേൺ മാർക്കറ്റ് ടെർമിനസിൽ നടക്കുന്നു. ഹോങ്കോങ് ദ്വീപിലെ തിരക്കേറിയ തെരുവുകളിൽ കാണപ്പെടുന്ന സവിശേഷമായ ഗതാഗത മാർഗമാണ് ഡിംഗ് ഡിംഗ് എന്നറിയപ്പെടുന്ന ഹോങ്കോങ് ട്രാം. ഹോങ്കോങ്ങിന്റെ പ്രതീകമായ ട്രാമിലെ സവാരി നഗരത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലൂടെയും സംസ്കാരത്തിലൂടെയും ദൈനംദിന ജീവിതത്തിലൂടെയും ഉള്ള ഒരു യാത്രയാണ്. ഈ ഗൈഡിൽ വിനോദപരമായ വസ്തുതകളും ആത്യന്തികമായ പ്രാദേശിക സാഹസികതയ്ക്കായി 3 ജനപ്രിയ ട്രാം റൂട്ടുകളും ഉൾപ്പെടെ ട്രാമിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെല്ലാം കണ്ടെത്തും. എന്തുകൊണ്ടാണ് പ്രദേശവാസികൾ ട്രാം ഡിംഗ് ഡിംഗ് എന്ന് വിളിക്കുന്നത്? ട്രാം ചലിക്കുമ്പോൾ മുഴങ്ങുന്ന മണിയുടെ മുന്നറിയിപ്പ് ശബ്ദങ്ങളിൽ നിന്നാണ് ഡിംഗ് ഡിംഗ് എന്ന വിളിപ്പേര് ഉദ്ഭവിക്കുന്നത്. എന്നാൽ പഴയ കാലത്ത് ടിക്കറ്റുകൾ പഞ്ച് ചെയ്യുമ്പോൾ ശബ്ദ ടിക്കറ്റ് ക്ലാർക്കുകൾ ഉണ്ടാക്കിയതിൽ നിന്നാണ് ഈ പേര് വന്നതെന്നും ചിലർ വിശ്വസിക്കുന്നു. ഏതുവിധേനയും ഈ വ്യതിരിക്തമായ ശബ്ദം ഹോങ്കോങ്ങിലെ ദൈനംദിന ജീവിതത്തിന്റെ ഘടനയിൽ സ്വയം നെയ്തെടുക്കുകയും നഗരത്തിന്റെ സ്വത്വത്തിന്റെ വിലമതിക്കാനാവാത്ത ഭാഗമായി മാറുകയും ചെയ്തു.